നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ നഗരത്തിലെ ട്രാഫിക് സംബന്ധിച്ച വിഷയങ്ങൾ അവലോകനം ചെയ്യുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ അഞ്ചക്കുളം അമ്പലത്തിന് സമീപം വളവിലെ കുഴികൾ നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് സെന്റർ ഉദ്ഘാടനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ AS സുമേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ വേട്ടാമ്പാറ നിവാസികൾ സമരത്തിലേക്ക് നീങ്ങുമെന്ന് പൗരസമിതി ഭാരവാഹികൾ സംഘടിപ്പിച്ച യോഗത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു ജാഗ്രതാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. MT തോമസ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ MT തോമസ് അനുസ്മരണം നടത്തി. പീരുമേട് APG ഹാളിൽ നടന്ന അനുസ്മരണ യോഗം വാഴൂർ സോമൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരത്തിലെ ട്രാഫിക് സംബന്ധിച്ച വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. യോഗത്തിൽ മോർ ജംഗ്ഷൻ ഉൾപ്പെടെ പ്രധാന ജംഗ്ഷനുകളുടെ ഗതാഗതക്കുരുക്കിനെ കുറിച്ചും ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നഗരത്തിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ക്രമീകരിക്കുന്ന വിഷയത്തെപ്പറ്റിയും ചർച്ച ചെയ്തു. നഗരസഭാ ചെയർമാൻ K. ദീപകിന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ DYSP സാബു, ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ നഗരത്തിലെ ട്രാഫിക് സംബന്ധിച്ച വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. മോർ ജംഗ്ഷൻ ഉൾപ്പെടെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതക്കുരുക്കിനെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സ്ഥലം ഏറ്റെടുത്ത നടപടികൾ ത്വരിതഗതിയിലാക്കുവാൻ റവന്യൂ അധികൃതരോട് ആവശ്യപ്പെടാനും നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർക്കുവാനും തീരുമാനമായി. നഗരത്തിലെ പാർക്കിംഗ് സംബന്ധിച്ച അഡ്വക്കേറ്റ് സാലു ലീഗൽ സർവീസ് അതോറിറ്റി മുൻപാകെ ഉന്നയിച്ച വിഷയങ്ങൾ കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തു. കൂടാതെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നഗരത്തിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ക്രമീകരിക്കുന്ന വിഷയവും കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തു. മങ്ങാട്ടുകവലയിൽ കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡ് മാതൃകയിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുൻവശത്ത് ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാകും വിധം ആധുനിക രീതിയിൽ ക്രമീകരിക്കാനും തീരുമാനമായി. നാലുവരിപ്പാത ഉൾപ്പെടെയുള്ള പ്രധാന റോഡുകളിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ ഉടൻ അടയ്ക്കുന്നതാണെന്നും ആവശ്യമായ പോയിന്റുകളിൽ സീബ്ര ലൈൻ വരയ്ക്കുന്നതാണെന്നും PWD അധികൃതർ യോഗത്തിൽ അറിയിച്ചു. നോ പാർക്കിംഗ് ഏരിയകളിൽ പൊതുജന താൽപര്യം മുൻനിർത്തി നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കാനും യോഗം തീരുമാനിച്ചു. ഏറ്റവും അധികം ആളുകൾ പരാതി പറയുന്നത് നമ്മുടെ മോർ ജംഗ്ഷനിലെ ട്രാഫിക് സംബന്ധിച്ച കാര്യമാണ്. അവിടെ പലപ്പോഴും ട്രാഫിക് ജാം ഉണ്ടാവുകയും വാഹനങ്ങൾ വളരെ സമയമെടുത്ത് മാത്രമേ കടന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയുള്ളൂ. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഇന്ന് ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ പ്രധാനമായും ഉള്ള ഒരു കാര്യം, അവിടെ 2 ബസ് സ്റ്റോപ്പുകൾ ഉണ്ട്. ആ ബസ് സ്റ്റോപ്പുകൾ വരുന്ന ഭാഗത്ത് ബസ് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ വന്ന് വണ്ടികൾ നിർത്തുകയും ആ ബസ് കടന്നു പോകുന്ന സമയം വരെ അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് ഗാന്ധി സ്ക്വയർ വരെ ആ ബ്ലോക്ക് ഇവിടെ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കാലങ്ങളായി നിൽക്കുന്ന ഉപയോഗശൂന്യമായ പോസ്റ്റുകൾ, അത് നേരത്തെ കേബിളുകൾ വലിച്ചിരുന്നതും പരസ്യം വച്ചിരുന്നതുമൊക്കെ ആയ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പോസ്റ്റുകൾ കുറേ അങ്ങ് മാറ്റാൻ സാധിച്ചാൽ അവിടെ നമുക്ക് ഫ്രീ ലെഫ്റ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് മാറ്റുന്നതിനും വേണ്ട നിർദ്ദേശം ഇന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. അതും അടിയന്തരമായി അത് പരിഹരിക്കും. പിന്നെ അവിടുത്തെ ആ ഡിവൈഡർ സംബന്ധിച്ചും ഒരു ചെറിയ പ്രശ്നമുണ്ട്. കുറച്ച് ഭാഗത്തുകൂടി ഡിവൈഡർ സ്ഥാപിച്ചുകൊണ്ട് അവിടെ U-ടേൺ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും ഒരു ആലോചന വന്നിട്ടുണ്ട്. ആ കാര്യത്തിനും പരിഹാരം കാണാനാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. പാർക്കിങ്ങിന് ആയി നമ്മുടെ നോ പാർക്കിംഗ് ബോർഡുകൾ, മറ്റ് സൈനുകൾ പല സ്ഥലങ്ങളിലും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നോ പാർക്കിംഗ് ഏരിയകളിലൊക്കെ കൊണ്ടുവന്ന് വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നവർക്ക് പെറ്റിയടിക്കുന്നതായി പറഞ്ഞ പർച്ചേസ് അസോസിയേഷൻ്റെ ഒക്കെ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യവും ചർച്ച ചെയ്യുകയുണ്ടായി. എന്തായാലും നോ പാർക്കിംഗ് ഏരിയയിൽ
അടിയന്തരമായി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടി ഉണ്ടാവും. അക്കാര്യം ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പം ഓട്ടോ സ്റ്റാൻഡുകളെ സംബന്ധിച്ച് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. ഓരോ സ്ഥലങ്ങളിലും സ്റ്റാൻഡുകൾ വരുന്നത് വേണ്ടത്ര സ്ഥല സൗകര്യമില്ലാത്തയിടത്ത് പുതിയ സ്റ്റാൻഡുകൾ വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാവാൻ ഉള്ള സാഹചര്യമുണ്ട്. അപ്പം അത് പരിശോധിച്ച് പുതിയ സ്റ്റാൻഡുകൾ ഒന്നും അനുവദിക്കേണ്ട എന്ന ഒരു തീരുമാനവും, അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾക്ക് നമ്പർ സംവിധാനം, നഗരസഭയുമായി ബന്ധപ്പെട്ട അതിന് നമ്പർ സംവിധാനം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആലോചന നടന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നതാണ്. പിന്നെ വന്ന പ്രധാനമായ ഒരു പ്രശ്നം വാഹനങ്ങളുടെ അമിതമായ വേഗത. ബസ്സുകളെ സംബന്ധിച്ച് പരക്കെയൊരു പരാതിയുണ്ട്. തൊടുപുഴ മൂവാറ്റൂർ റൂട്ടിൽ ഓടുന്ന ബസ്സുകളാണ് കൂടുതലായും പരാതിയുള്ളത്. അവിടെ ഒരു മത്സര സ്വഭാവത്തോടു കൂടി വാഹനങ്ങൾ പോകുന്നു. അത് അപകടം വിളിച്ചു വരുത്തുന്ന തരത്തിലേക്കുള്ള ഒരു യാത്രയായി മാറുകയാണ്. അത് ശ്രദ്ധിക്കുന്നതിന് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ കെ ദീപകിന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഡിവൈഎസ്പി സാബു, ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് വകുപ്പ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. റോഡിലെ കുഴി നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നു. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ അഞ്ചക്കുളം അമ്പലത്തിന് സമീപം വളവിലെ കുഴികൾ നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി. മലിനജലം അടക്കം ഇവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ്. കുഴിയിൽ ചാടാതിരിക്കുവാനായി വാഹനങ്ങൾ റോങ് സൈഡ് കയറുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ അഞ്ചക്കുളം അമ്പലത്തിന് സമീപം വളവിലെ കുഴികൾ നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി. റോഡിന് മുകൾ ഭാഗത്തു നിന്നും എത്തുന്ന മലിനജലമടക്കം ഇവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ്. കുഴിയിൽ ചാടാതിരിക്കുവാനായി വാഹനങ്ങൾ റോങ് സൈഡ് കയറുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു. നിരവധി വട്ടം പരാതിപ്പെട്ടിട്ടും ഒരു പരിഹാരവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സ്ഥിരം ടാറിംഗ് പൊളിയുന്ന ഇവിടെ ടൈലിടണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മതന്യൂനപക്ഷ പീഡനത്തിനും ഭരണഘടനാ വിരുദ്ധതയ്ക്കുമെതിരെ ഗ്രീൻ വിഷൻ കേരളയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് പ്രതിഷേധ സംഗമം നടത്തി. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. AKCC രൂപതാ സെക്രട്ടറിയും ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന ട്രഷറുമായ ജിജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. മതന്യൂനപക്ഷ പീഡനത്തിനും ഭരണഘടനാ വിരുദ്ധതയ്ക്കുമെതിരെ ഗ്രീൻ വിഷൻ കേരളയുടെ നേതൃത്വത്തിൽ കോതമംഗലം കോഴിപ്പള്ളി ജംഗ്ഷനിൽ വെച്ച് പ്രതിഷേധ സംഗമം നടത്തി. AKCC രൂപതാ സെക്രട്ടറിയും ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന ട്രഷററുമായ ജിജി പുളിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. പന്നി ഫാം നടത്തുന്ന ഒരു കുടുംബം ഹോട്ടലുകളിലെ വേസ്റ്റുകൾ ശേഖരിച്ചുകൊണ്ട് വനത്തിന്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ അവരുടെ വാഹനം ഫോറസ്റ്റുകാർ പിടിച്ചെടുക്കുകയുണ്ടായി. ആ വാഹനം പിടിച്ചെടുത്ത് അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. എന്ത് വിരോധാഭാസമാണ്! ആ കുടുംബത്തിന് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ, മാന്യമായി ഒരു തൊഴിലെടുത്ത് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചോ? അവരനുഭവിച്ച മാനസിക പീഡനങ്ങൾ എത്രമാത്രമായിരുന്നു! 2 ദിവസത്തിന് ശേഷം ഫോറസ്റ്റുകാര് തന്നെ ഈ ചീഞ്ഞ ഭക്ഷണ വസ്തുക്കളെല്ലാം അവിടെ കൊണ്ടുവന്നു കൊടുത്തു. അപ്പൊ ഇതുപോലെ വന്യമൃഗങ്ങളുമായും മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്തുന്ന രീതിയിലും സ്വാതന്ത്ര്യമായി നമുക്ക് ജീവിക്കാൻ സാധിക്കാത്ത രീതിയിലും എല്ലാം ഇന്നും നമ്മുടെ ഇടയിലും ഈ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ട്. രാജ്യത്ത് മതന്യൂനപക്ഷ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നതായും ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ മതേതരത്വത്തിന് ഭീഷണിയാകുന്ന സംഭവങ്ങളിൽ അദ്ദേഹം ഉത്കണ്ഠ രേഖപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മദ്യവിരുദ്ധ സമിതി മധ്യമേഖലാ പ്രസിഡന്റുമായ ജെയിംസ് കൊറമ്പേൽ മുഖ്യപ്രഭാഷണം നടത്തി. ജോൺസൺ കറുകപ്പള്ളിൽ, ജോസഫ് ആന്റണി, വിജോയ് പുളിക്കൽ, AT ലൈജു, ജോയി പടയാട്ടിൽ, മാർട്ടിൻ കീഴമാടൻ, KS ഗോപിനാഥൻ, ജോണി കണ്ണാടൻ, പോൾ കോങ്ങാടൻ, റെജി ടീച്ചർ, ജിജു വർഗീസ് കൊമ്പനാൽ, MV യാക്കോബ്, KB ഏണസ്റ്റ്, ജോസ് കൈതവന, പീറ്റർ ഇടപ്പുളവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.
പൂയംകുട്ടി ആറിൽ 2 കാട്ടാനകളുടെ ജഡം ഒഴുകിയെത്തി. തുടർന്ന് നാട്ടുകാർ വനപാലകരെ വിവരം അറിയിച്ചു. ഒരു ജഡം പൂയംകുട്ടി മണികണ്ഠൻചാൽ ചപ്പാത്തിലും മറ്റൊന്ന് ചപ്പാത്തിന് സമീപം പൂയംകുട്ടി കണ്ടൻപാറയിലുമാണ് കണ്ടെത്തിയത്. കുട്ടമ്പുഴ ഫോറസ്റ്റ് റേഞ്ചിലെ വനപാലകർ വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തി ആനകളുടെ ജഡം കരയ്ക്ക് കയറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ പാറക്കെട്ടുകളിൽ നിന്ന് കാൽ വഴുതി വീണ് ഉണ്ടായ അപകടമാകാം ആനകളുടെ മരണത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ആനകളുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണം നടത്തുമെന്ന് വനപാലകർ അറിയിച്ചു. മുതലക്കോട് സെയിന്റ് ജോർജ് ഹൈസ്കൂളിൽ ആനുവൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ ആരോരിച്ചാലിൽ കുട്ടികളുടെ മാർച്ച് പാസ്റ്റിന് സല്യൂട്ട് സ്വീകരിച്ചു, പതാക ഉയർത്തി. തുടർന്ന് കായിക മാങ്കാമത്തിന് തുടക്കം കുറിച്ചു. യോഗത്തിൽ സഹപാഠിക്കൊരു വർഷത്തൈ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ ആനുവൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ ജെയിംസ് ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ കുട്ടികളുടെ മാർച്ച് പാസ്റ്റിന് സല്യൂട്ട് സ്വീകരിച്ച് പതാക ഉയർത്തി. തുടർന്ന് കായിക മാമാങ്കത്തിന് തുടക്കം കുറിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു മനസ്സോടെ മൈതാനത്ത് നിറഞ്ഞപ്പോൾ വെയിലിന്റെ ചൂട് ആവേശത്തിന് ഊർജ്ജമായി. യോഗത്തിൽ സഹപാഠിക്കൊരു വൃക്ഷത്തൈ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. The sun is up, so when it down, get your money up. I put money down on all of us, on my people now, on what I love. Now bring out the drums and the bitch, and my homies got to do it. That I say what I'm worth. Bring out the guns and the bitch, and the load up a clip. I'm gonna shoot up that place with a car. I see the guns that we wish we had in the ditch, and the plan to see I'm hurt. I see the love that we give and the love that we give. And you're everything. 101 പോയിന്റോടുകൂടി എല്ലാ ഹൗസും തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് സെന്റർ ഉദ്ഘാടനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ AS സുമേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് മാനേജർ റവറന്റ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കൊമേഴ്സ് ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. 1964 സ്ഥാപിതമായ ഡിപ്പാർട്ട്മെന്റിൽ കൊമേഴ്സ് ബിരുദാനന്തര കോഴ്സുകൾ നിലവിലുണ്ട്. സ്വാശ്രയ വിഭാഗത്തിൽ ഫിനാൻസ്, കോർപ്പറേഷൻ, ലോജിസ്റ്റിക്സ് എന്നീ സ്പെഷ്യലൈസേഷനോട് കൂടിയ BCom പ്രോഗ്രാമുകളുമുണ്ട്. കോളേജിലെ ഗവേഷണ മേഖലയ്ക്ക് പുതിയ ഊർജം പകരുന്ന ഈ നേട്ടം വഴി പുതിയ 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും BCom ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന ഡിഗ്രി നൽകുന്ന തലത്തിലേക്ക് ഉയരുവാൻ അവസരം ലഭിക്കുകയാണെന്നും ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ സുമേഷ് AS അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ കഴിഞ്ഞ അക്കാദമിക വർഷം മുതൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ നമ്മൾ ആരംഭിച്ചു. എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളിൽ കുറച്ചുപേരെങ്കിലും ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ 5UGPയുടെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളാണ്. വിഷയങ്ങൾ തമ്മിലുള്ള അകലമില്ലാതാക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി ഈ 4 വർഷ ബിരുദ പദ്ധതിയുടെ ഒരാവശ്യവും അതാണ് സർവകലാശാല നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ കൊമേഴ്സിൻ്റെ പഠന മേഖല എന്ന് പറഞ്ഞാൽ അത് കൊമേഴ്സിൻ്റെ വിദ്യാർത്ഥികൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നാൽ അവിടെ മാത്രം പഠിച്ചൊതുങ്ങി പോവുക എന്നുള്ള നിലയ്ക്കായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കാരണം ലോകത്തിൻ്റെ ആവശ്യം മാറി എന്നുള്ളതാണ്. മുൻപൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലുള്ള മികച്ച സ്കോറിനെ, മാർക്കിനെ മാത്രമാണ് നമ്മൾ മാനദണ്ഡമായി കണ്ടിരുന്നത്. ഇന്നിപ്പോൾ സാഹചര്യം അങ്ങനെയല്ല. ഒരാളുടെ പെർഫോമൻസാണ് യഥാർത്ഥത്തിൽ ഇന്ന് അളക്കപ്പെടുന്ന ഒരേ ഒരു കാര്യം. നിങ്ങൾ ഏത് തരത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ക്രിയാത്മകമായി ഒരു സക്സസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ഏതൊക്കെ വിഷയമാണോ പഠിക്കേണ്ടത് അത്തരം വിഷയങ്ങൾ പഠിക്കണം. ഞാൻ ഈ 4 വർഷ പ്രോഗ്രാമുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, അവിടെ നടക്കുന്ന കോഴ്സുകളെ ഒക്കെ പരിശോധിക്കുന്നുണ്ടായി. ആ സമയത്ത് ചില രസകരമായ കോമ്പിനേഷനുകൾ കണ്ടു. ഒരു വിദേശ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിംഗ് ആണ് അവരുടെ മുഖ്യ പഠന വിഷയം. നമുക്കിവിടെ ഉണ്ട് കേട്ടോ, മഹാത്മാഗാന്ധി സർവകലാശാലയിലും പെയിൻറ്റിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്.
പക്ഷെ ഞാൻ ആ സിലബസ് എടുത്ത് നോക്കിയപ്പോൾ ആ പെയിൻറ്റിങ് പഠിക്കുന്ന വിദ്യാർത്ഥി നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളിൽ ഒന്ന് കെമിസ്ട്രിയാണ്. ഇപ്പോൾ പെയിൻറ്റിങ് പഠിക്കുന്ന വിദ്യാർത്ഥി എന്തിനാണ് കെമിസ്ട്രി പഠിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായും നമ്മുടെ കേരളത്തിൻ്റെ ഒരു ലോജിക്കിൽ നിന്ന് നമ്മൾ ആലോചിച്ചാൽ പെയിൻറ്റിങ് പഠിക്കുന്നവനത് പഠിച്ചാൽ പോരെ, കെമിസ്ട്രിക്ക് എന്താ അവിടെ കാര്യം എന്നാണല്ലോ ആലോചിക്കുക. പക്ഷേ ആ കെമിസ്ട്രിയുടെ സിലബസ് നോക്കുമ്പോൾ ആ കെമിസ്ട്രിയുടെ സിലബസിനെ പെയിൻറ്റിങ് എന്ന് പറയുന്ന വിഷയവുമായി ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു കെമിക്കൽ കോമ്പോസിഷൻ അത് ഏത് തരത്തിൽ പെയിൻറ്റിങ് വിദ്യാർത്ഥി മനസ്സിലാക്കണം എന്നുള്ളതാണ് അയാൾ അവിടെ കെമിസ്ട്രി പഠിക്കുന്നത്. കൊമേഴ്സ് മേഖലയിൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിനുമായി പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രോജക്റ്റുകൾ നടപ്പാക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അറിയിച്ചു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ തോംസൺ ജോസഫ്, ഡോക്ടർ ജോൺസൺ വർഗീസ്, ഡോക്ടർ സാജു എബ്രഹാം, ഡിപ്പാർട്ട്മെന്റ് മേധാവി ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു, കോളേജ് ബർസാർ ബെൻസൺ എൻ ആന്റണി, കോളേജ് സെൽഫ് ഫിനാൻസ് വിഭാഗം ഡയറക്ടർ ഫാദർ അലൻ വെള്ളാംകുന്നിൽ, ന്യൂമാൻ കോളേജ് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ ബിജോയ് തോമസ്, ഡോക്ടർ ബോണി ബോസ് എന്നിവർ പ്രസംഗിച്ചു. ഡിപ്പാർട്ട്മെന്റിലെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ജേതാക്കൾ, കായിക മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവർ, റിപ്പബ്ലിക് ദിന ക്യാമ്പിലടക്കം പങ്കെടുത്ത ഡിപ്പാർട്ട്മെന്റിലെ NCC കേഡറ്റുകൾ, ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ പുതിയതായി ആരംഭിച്ച ACCA, CMA കോഴ്സുകളുടെ പരീക്ഷ വിജയിച്ചവർ, മികച്ച പ്ലേസ്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, കലാമേഖലയിൽ നേട്ടമുണ്ടാക്കിയവർ അടക്കമുള്ള പ്രതിഭകളെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മെറിറ്റ് ഡേയുടെ ഭാഗമായി ആദരിച്ചു. വിവിധ കർമ്മ പരിപാടികൾക്ക് ഡോക്ടർ ദിവ്യ ജെയിംസ്, അനിത തോമസ്, ജോയൽ ജോർജ്, ഫിയോണ ബെന്നി എന്നിവർ നേതൃത്വം നൽകി. The recipient of the Professor K.V. Devasi Endowment Award. The recipient of the Professor K.V. Devasi. He has cleared set examination. I invite Reverend Monsignor forward and receive our congratulations. Professional services for Maria Sebi, BCom, Discipline and Leadership Beyond Classroom. Dr. A.S. Sumesh to do the honor. Sports shooting competition representing Kerala are selected for the inter-group Ms. Niranjana Rajan, the third year BCom student. Invite Mr. Kiran Jacob Joyce, cadets who represented our college at Kuppattu, Ms. Vismaya. Our sports champions who brought in KS5 champions. And Abhishek Saji. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ വേട്ടാമ്പാറ നിവാസികൾ സമരത്തിലേക്ക് നീങ്ങുമെന്ന് പൗരസമിതി ഭാരവാഹികൾ സംഘടിപ്പിച്ച യോഗത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു ജാഗ്രതാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സിബി എൽദോസ് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ഫോറസ്റ്റ്, പോലീസ് ഉദ്യോഗസ്ഥർ, കൃഷി വകുപ്പിലെ ജീവനക്കാരും പൊതുജനങ്ങളും പങ്കെടുത്തു. വന്യമൃഗശല്യം അതിരൂക്ഷമായ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വേട്ടാമ്പാറ നിവാസികൾ സമരത്തിലേക്ക് നീങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നതായി പൗരസമിതി അറിയിച്ചു. വേട്ടാമ്പാറയിൽ നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്ന ഫെൻസിംഗ് പണി ഉടൻ ആരംഭിക്കണമെന്നും ഫെൻസിംഗ് ലൈനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ എത്രയും വേഗം വെട്ടിമാറ്റണമെന്നും പൗരസമിതി അംഗങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു ജാഗ്രതാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസവും പ്രതി നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് അവരെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പിച്ചപ്പറയൊക്കെ ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്കൊക്കെ മുമ്പ് അവരുടെ വീടുകളിൽ വന്ന് മുറ്റത്ത് വന്ന് ആനകൾ നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. കൃഷിനാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കൃഷി ഓഫീസർ ഇവിടെ ഉണ്ട്. നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള നമ്മളെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ള മുഴുവൻ അപേക്ഷകളും നമ്മൾ പെൻഡിങ്ങില്ലാതെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പരിഹാരവുമില്ല. ഇതിനൊക്കെ ശാശ്വതമായൊരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞതുപോലെ പാനേലി കോല് മുതൽ നമ്മുടെ പുഴയുടെ തീരം വരെയുള്ള ഫെൻസിങ് ഇടുന്നതിനുള്ള പ്രോജക്റ്റ് ടെൻഡർ ചെയ്ത് അത് വർക്ക് ആരംഭം കുറിച്ചിട്ടുള്ളതാണ്.
ഇപ്പോൾ 1 കിലോമീറ്ററോളമാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ എന്നാണ്. വാർഡ് മെമ്പർ സിബി എൽദോസ് അധ്യക്ഷത വഹിച്ചു. പൗരസമിതി രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പൽ, വാർഡ് മെമ്പർ സിബി എൽദോസ്, ഭാരവാഹികളായ സോവി കൃഷ്ണൻ, ജോസ് കറുകപ്പിള്ളിൽ, കെ മൈക്കിൾ, MP എസ്തഫാൻ, ജിജു വർഗീസ്, ബേബി പൊട്ടയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വേട്ടാമ്പാറ പബ്ലിക് ലൈബ്രറിയിൽ ചേർന്ന ജാഗ്രതാ സമിതി യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ഫോറസ്റ്റ്, പോലീസ്, കൃഷി തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ. കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ടും SPC ജില്ലാ നോഡൽ ഓഫീസറുമായ ഇമ്മാനുവൽ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. SPC ഓഫീസ് ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ MJ ജേക്കബ് നിർവഹിച്ചു. കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ടും SPC ജില്ലാ നോഡൽ ഓഫീസറുമായ ഇമ്മാനുവൽ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളുടെ കലയന്താനിയുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ഒരു സ്കൂളാണ് കലയന്താനി സെന്റ് ജോർജ് സ്കൂൾ. അത് വെറുതെ ഒരു ഭംഗിവാക്കായിട്ട് നമ്മൾ സംസാരിക്കുന്നതല്ല. കാരണം കലയന്താനി സ്കൂളിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഒരു ഗ്രാമീണ മേഖലയിലുള്ള സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിലും ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പോയി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യാപരിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത് സാംസ്കാരിക, അതുപോലെ തന്നെ സ്പോർട്സ്, അതുപോലെ കലാപരമായ മേഖലകളിലൊക്കെ വ്യാപരിക്കുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളെ ഈ സ്കൂൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോകുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സന്തോഷം തരുന്നതായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഈ സ്കൂളിനോടുള്ള മനോഭാവമാണ്. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. SPC ഓഫീസ് ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ MJ ജേക്കബ് നിർവഹിച്ചു. SPC കേഡറ്റുകളുടെ യൂണിഫോം വിതരണോദ്ഘാടനം തൊടുപുഴ CI മഹേഷ് കുമാറും SPC ലൈബ്രറി ഉദ്ഘാടനം തൊടുപുഴ DEO ഷീബ മുഹമ്മദും നിർവഹിച്ചു. SPC ഇടുക്കി അഡീഷണൽ നോഡൽ ഓഫീസർ SR സുരേഷ് ബാബു പദ്ധതി വിശദീകരണം നടത്തി. തൊടുപുഴ സബ് ഡിവിഷണൽ നോഡൽ ഓഫീസർ സിയാദ് ES, പ്രിൻസിപ്പൽ ജിജി ഫിലിപ്പ്, മുൻ ഹെഡ്മാസ്റ്റർ ജോഷി മാത്യു, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജോപി സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് ഷിജു ജോസ്, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ലീന ജെയിംസ്, ബീറ്റ് പോലീസ് ഓഫീസർ യാസീൻ KA, ഡ്രിൽ ഇൻസ്ട്രക്ടേഴ്സ് രാജേഷ് ഖാൻ, ഫാത്തിമ ഷഹർബാൻ എന്നിവർ ആശംസകൾ നേർന്നു. ഹെഡ്മാസ്റ്റർ ഫാദർ ആന്റണി പുലിമലയിൽ സ്വാഗതം ആശംസിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ദീപു V കൃതജ്ഞത രേഖപ്പെടുത്തി. പ്ലാറ്റിനം ജൂബിലി ആഘോഷം കലയന്താനി സ്കൂളിന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്കൂളിൽ അനുവദിക്കപ്പെട്ട പുതിയ SPC യൂണിറ്റിലെ ആദ്യ ബാച്ചിൽ പ്രവേശനം ലഭിച്ച 44 കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളോടൊപ്പം യോഗത്തിൽ സംബന്ധിച്ചത് അഭിമാന നിമിഷമായി. സ്കൂളിലെ എല്ലാ കുട്ടികളോടൊപ്പം PTA അംഗങ്ങളും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും സമീപ സ്കൂളുകളിലെ അധ്യാപക പ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു. സ്കൂൾ സ്റ്റാഫ് അംഗങ്ങളും PTA-യും SPC ഉദ്ഘാടന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ലെന്ന മട്ടിലാണ് നാട്ടിലെ പിക്കപ്പ് വാഹനങ്ങളുടെ പോക്ക്. മനുഷ്യരെ കൊന്നു തള്ളുന്ന സ്ഥിതിയിലേക്കാണ് അവരുടെ അമിത വേഗം. കഞ്ചാവടിച്ചും മദ്യപിച്ച് വാഹനമോടിക്കൽ തുടർക്കഥയാകുന്നു. പ്രത്യേകിച്ച് കള്ളുവാഹനങ്ങൾ ആളുകളെ ഇടിച്ചിട്ടിട്ട് പോകുന്നു. ചോദ്യം ചെയ്താൽ അസഭ്യവർഷവും ഭീഷണിയും തുടർക്കഥയാകുന്നു. കൂടാതെ പൈനാപ്പിൾ വാഹനങ്ങൾ അമിത വേഗത സൃഷ്ടിക്കുന്നു. അധികൃതർ ഇതെല്ലാം കണ്ടിട്ട് കണ്ണടയ്ക്കുന്ന മനോഭാവം. അപകടമുണ്ടായി കഴിയുമ്പോൾ മഹസർ എഴുതാൻ വന്നാൽ പോരാ, ഇവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുവാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്.
അകാലത്തിൽ വേർപിരിഞ്ഞ പീരുമേടിന്റെ അച്ചായൻ MT തോമസിന് MT തോമസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അനുസ്മരണമൊരുക്കി. പീരുമേട് ABG ഹാളിൽ നടന്ന അനുസ്മരണ യോഗം പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. അകാലത്തിൽ വേർപിരിഞ്ഞ പീരുമേടിന്റെ അച്ചായൻ MT തോമസിന് MT തോമസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അനുസ്മരണമൊരുക്കി. പൊതുപ്രവർത്തന രംഗത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വ്യക്തിബന്ധം പുലർത്തുകയും പീരുമേടിന്റെ വികസന സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റുകയും ചെയ്ത ഏവരും സ്നേഹബഹുമാനത്തോടുകൂടി അച്ചായൻ എന്ന് വിളിച്ചിരുന്ന MT തോമസ് വേർപിരിഞ്ഞിട്ട് 5 വർഷം പിന്നിടുകയാണ്. KPCC എക്സിക്യൂട്ടീവ് അംഗം, DCC പ്രസിഡന്റ്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, സഹകരണ മേഖലയെ ജില്ലയിൽ വ്യാപനമാക്കുന്നതിലെ പ്രധാന പങ്കാളി, കോൺഗ്രസിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്ന വ്യക്തിത്വം എന്നീ നിലകളിൽ ജനമനസ്സുകളിൽ സ്ഥാനമലങ്കരിച്ചിരുന്ന MT തോമസ് അച്ചായന്റെ 5ാമത് അനുസ്മരണ ദിനമാണ് MT തോമസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പീരുമേട്ടിൽ സംഘടിപ്പിച്ചത്. പീരുമേട് ABG ഹാളിൽ നടന്ന അനുസ്മരണ ദിനാചരണത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി XMLA അധ്യക്ഷനായിരുന്നു. MT തോമസ് ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ സജി പോത്തൻ തോമസ് സ്വാഗതം ആശംസിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അതിലൊന്നും കക്ഷി രാഷ്ട്രീയം തടസ്സമായിരുന്നു. അദ്ദേഹം വിവിധ തുറകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. PCC പ്രസിഡന്റ് എന്ന നിലയിൽ അന്ന് ഞങ്ങളൊക്കെ പറയും കിടിലൻ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു പദയാത്ര നടത്തിയത് പീരുമേട്ടിൽ എത്തിച്ചേർന്നതൊക്കെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. ജോസ് കുറ്റിയാനി അദ്ദേഹത്തോടൊപ്പം, CM സ്റ്റീഫനുമായിട്ടും തങ്കമച്ചേച്ചിയുമായിട്ടുള്ള അടുപ്പം അത് നേരിൽ പലതവണ കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം 77 CM സ്റ്റീഫൻ പശുറാവു ചിഹ്നത്തിൽ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു, CA കുര്യൻ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നു. അന്ന് പീരുമേട് ഗസ്റ്റ് ഹൗസിലായിരുന്നു ഇവരെല്ലാം. തോമസിന്റെ വിയോഗം തീർച്ചയായും നമുക്കെല്ലാം വേദനാജനകമാണ്. എങ്കിലും കോൺഗ്രസ് പാർട്ടി നമ്മുടെ സജി ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വന്നതിൽ ഉള്ള അതിയായ സന്തോഷം ഈ സന്ദർഭത്തിൽ പങ്കുവച്ചുകൊണ്ട് ഇവിടെ നിരവധിയായ ആളുകൾ സംസാരിക്കുവാനുള്ളത് ഞാൻ ചുരുക്കുകയാണ്. ഈ പരിപാടി തുടങ്ങി വെച്ചായി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം. കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് പെൻഷനേഴ്സ് ബോർഡ് ചെയർമാൻ R. തിലകൻ, KPCC സെക്രട്ടറി S. അശോകൻ, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിരേഖ് തോമസ്, R. ഗണേശൻ, മുൻ DCC പ്രസിഡന്റുമാരായ റോയ് K. പൗലോസ്, അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ദിനേശൻ, പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജിനി ഷംസുദ്ദീൻ, കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് കൂറുമ്പുറം, കേരള കോൺഗ്രസ് നേതാവ് അലക്സ് കോഴിമല, KPW യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് M. ഉദയസൂര്യൻ, CPI നേതാവ് ജോസ് ഫിലിപ്പ് തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ MT തോമസിനെ അനുസ്മരിച്ച് സംസാരിച്ചു. തുടർന്ന് SSLC, +2, LLB പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ MT തോമസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മൊമെന്റോകൾ നൽകി ആദരിച്ചു. ശേഷം മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VC ജോസഫ്, PK ചന്ദ്രശേഖരൻ എന്നിവരെയും അനുസ്മരണ യോഗത്തിന് നേതൃത്വം വഹിച്ച DCC ജനറൽ സെക്രട്ടറി ഷാജി പനയിടത്തിനെയും ആദരിച്ചു. MT തോമസ് ഫൗണ്ടേഷൻ ഡയറക്ടർ അഡ്വക്കേറ്റ് സാബു തോമസ് അനുസ്മരണ യോഗത്തിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. BBC ന്യൂസ്, പീരുമേട്. പഴയർകണ്ടം സർക്കാർ ഹൈസ്കൂളിൽ പുതിയ ബാൻഡ് ട്രൂപ്പ് ആരംഭിച്ചു. ഇതോടൊപ്പം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാങ്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. പഴയരിക്കണ്ടം സർക്കാർ ഹൈസ്കൂളിൽ പുതിയ ബാൻഡ് ട്രൂപ്പ് ആരംഭിച്ചു. അരങ്ങേറ്റവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാങ്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു.
വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരിയേറെ മാറ്റം കൊണ്ടുവന്ന സ്കൂളാണ് പഴയരിക്കണ്ടം സ്കൂൾ. ദീർഘകാലത്തെ സ്വപ്ന സാക്ഷാത്കാരമാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നിറവേറിയതെന്നും ഈ കൂട്ടായ്മയിലൂടെ കലാകായിക മേഖലയിലും നിരവധി നേട്ടങ്ങൾ സ്കൂളിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ മാറേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. കുടിച്ചുകൊണ്ട് ഒരു പിതാവിന് മകനോട് കുടിക്കരുതെന്ന് പറയാൻ അവകാശമില്ല. വലിച്ചുകൊണ്ട് ഒരു പിതാവിന് വലിക്കരുതെന്ന് മകനോട് പറയാൻ അവകാശമില്ല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും കുടുംബത്തില് സ്വന്തം മക്കൾക്ക് മാതൃകയാകേണ്ടത് ഞാനും നിങ്ങളുമാണെന്ന ഒരു വ്യക്തിത്വം നമ്മൾ നിലനിർത്തണം. അങ്ങനെ തുടങ്ങിയാൽ ഇന്ന് ഈ സമൂഹത്തെ കാർന്നു നിന്ന മദ്യത്തിന് മയക്കുമരുന്നെതിരായി നമുക്ക് പടപൊരുതുവാനും അതിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കുവാനും കഴിയും. നമ്മുടെ തലമുറ ഇന്ന് നശിക്കുന്നു. അങ്ങനെ നശിക്കാൻ പാടില്ല. ഈ ലോക ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ നാടിനും ഈ സമൂഹത്തിനും ചെയ്യേണ്ട നമ്മുടെ വ്യക്തിത്വങ്ങളായ ചെറു സമൂഹങ്ങളുടെ കൗമാരം ഇന്ന് നശിക്കുന്നു. അതുകൊണ്ട് എൻ്റെ PTA കമ്മിറ്റി അംഗങ്ങളുകൊണ്ട് സഹോദരന്മാരോട് സൂചിപ്പിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് നല്ല മാതൃകയാകണം. അവിടെ വഴക്കിടരുത്. നമ്മൾ സ്നേഹത്തോടുകൂടി പെരുമാറുമ്പോൾ ആ കുട്ടി വെളിയിൽ വന്നതിലും സ്നേഹത്തോട് പെരുമാറാൻ കഴിയും. ഒരു വീട്ടില് ഒരു അപ്പനും അമ്മയും കലഹമുണ്ടാക്കിയാൽ ആ വീട്ടിൽ നിന്ന് വരുന്ന ആ കുട്ടിയെ സംബന്ധിച്ചോളം സ്കൂളിൽ വരുമ്പോഴും പഠിക്കാൻ കഴിയുന്നില്ല. അവന് മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് ഇവിടുത്തെ ബഹുമാനപ്പെട്ട അധ്യാപകരെ സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഇവിടെ വരുന്ന കുട്ടികളെ സ്വന്തം കുട്ടികളായി കണ്ടുകൊണ്ട് അവന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അവന് വേദനയുണ്ടെങ്കിൽ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലാളിക്കുമ്പോൾ അവന്റെ ആ ബുദ്ധിമുട്ടുകൾ മാറിക്കൊണ്ട് അവരും ഒരു വലിയ പ്രചോദനം ഉൾക്കൊണ്ട് കഴിയാൻ കഴിയും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി 9 ലക്ഷം രൂപ അനുവദിച്ച് പൂർത്തീകരിച്ച പദ്ധതികളുടെയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജനും പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് 12 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കുടിവെള്ള ടാങ്കിന്റെയും IT ലാബിന്റെയും ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് ജയൻ അധ്യക്ഷത വഹിച്ചു. 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ആരംഭിച്ച ബാൻഡ് മേളം ട്രൂപ്പാണ് പരിശീലനം പൂർത്തിയാക്കി അരങ്ങേറിയത്. വിദ്യാർത്ഥികളെ ലഹരി, മൊബൈൽ ഫോൺ ആസക്തികളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനായി ചെണ്ടമേളം, മ്യൂസിക്, ഡ്രോയിങ്, നൃത്തം, യോഗ, കരാട്ടെ, ക്രാഫ്റ്റ്, സൂംബ ഡാൻസ് തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ പിന്തുണയോടെയും PTA കഴിഞ്ഞ 3 വർഷക്കാലമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന വിവിധ കലാകായിക പരിശീലന പദ്ധതികളുടെ ഭാഗമായാണ് ബാൻഡ് മേള പരിശീലനവും സ്കൂളിൽ നടപ്പിലാക്കിയത്. ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റജി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ മോഹനൻ, പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർ ഗീത PC, സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരത്തിലെ ട്രാഫിക് സംബന്ധിച്ച വിഷയങ്ങൾ അവലോകനം ചെയ്യുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ അഞ്ചക്കുളം അമ്പലത്തിന് സമീപം വളവിലെ കുഴികൾ നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് സെന്റർ ഉദ്ഘാടനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ AS സുമേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ വേട്ടാമ്പാറ നിവാസികൾ സമരത്തിലേക്ക് നീങ്ങുമെന്ന് പൗരസമിതി ഭാരവാഹികൾ സംഘടിപ്പിച്ച യോഗത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു ജാഗ്രതാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. MT തോമസ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ MT തോമസ് അനുസ്മരണം നടത്തി. പീരുമേട് APG ഹാളിൽ നടന്ന അനുസ്മരണ യോഗം വാഴൂർ സോമൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.